കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി മിഥുൻ്റെ മരണത്തിന് പിന്നാലെ അപകടമുണ്ടാക്കിയ വൈദ്യുതി ലൈൻ KSEB അധികൃതർ മാറ്റി. ഈ പ്രദേശത്തെ മണിക്കൂറുകൾ വൈദ്യുതി തടസ്സപ്പെടുത്തിയതിനെതിരെ നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. അരുൺരാജ് തേവലക്കരയിൽ നിന്നും ചേരുകയാണ്. അരുൺരാജ്, കൂടുതൽ വിവരങ്ങൾ. ഇപ്പോൾ ഇത്രയും മണിക്കൂർ എന്താണ് നീണ്ടുപോയത് ഈ വൈദ്യുതി വിച്ഛേദിക്കാൻ? SKN മിഥുന്റെ മരണം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വൈദ്യുതി വകുപ്പ് തയ്യാറായില്ല. വൈദ്യുതി വകുപ്പ് ഇക്കാര്യത്തിൽ പറഞ്ഞത് ചില പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പരിശോധന അത് പൂർത്തിയാക്കി മന്ത്രിക്കടക്കം റിപ്പോർട്ട് സമർപ്പിച്ച് അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നതായിരുന്നു KSEBയുടെ നിലപാട്. ഇതോടെയാണ് നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി പോയത്. ഒരു പ്രദേശം എമ്പാടും വലിയ രീതിയിൽ ഇരുട്ടിലേക്കടക്കം പോകുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഈ ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് പരിശോധന നടത്തി മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച മന്ത്രിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പ്രദേശത്തെത്തി ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നിരുന്ന ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഈ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചത്. അത് സ്കൂളിന്റെ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചു എന്നുള്ളതാണ് നിലവിൽ KSEB വൃത്തങ്ങൾ പറയുന്നത്. അത് സമീപത്തെ ഒരു സ്കൂളിലേക്കും അതുപോലെ തന്നെ അവിടുത്തെ 4 വീടുകളിലേക്കും മാത്രമാണ് ആ വൈദ്യുതി ലൈൻ ഉപയോഗിച്ചിരുന്നത്. അത് വിച്ഛേദിക്കുന്നു. പകരം സംവിധാനം ഉടൻ ഒരുക്കും. നിലവിൽ KSEBയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആ വൈദ്യുതി ലൈൻ അപകടകരമായ അവസ്ഥയിലാണ് തുടർന്നു പോരുന്നത്. അവിടെ നിന്ന് ചില അനാസ്ഥകൾ ഉണ്ടായി എന്നതാണ് വൈദ്യുതി വകുപ്പ് കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നടപടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, വേണ്ടത്ര അകലം പാലിക്കാതെയാണ് ഈ വൈദ്യുതി ലൈൻ സ്ഥാപിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തലിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഉടനടി ഇത് വിച്ഛേദിക്കാൻ വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നു. ഇതിന് പിന്നാലെ രാത്രി വൈകിയാണ് ഉദ്യോഗസ്ഥരെത്തി ഇത് വിച്ഛേദിക്കുകയും പകരമുള്ള സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. ഒരു ജീവൻ നഷ്ടമായി. ആ ജീവൻ നഷ്ടമായതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമടക്കം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വൈദ്യുതി വകുപ്പ് പറയുന്നത്. തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന വാദം കൂടി വൈദ്യുതി വകുപ്പ് ഇക്കട്ടത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അരുൺരാജ് ആണ് വിവരങ്ങളുമായി തേവലക്കരയിൽ നിന്ന് ചേർന്നത്.